ഒരു കാരണവുമില്ലാതെ താൻ ഇയാൾ അടിച്ചെന്ന് പറഞ്ഞാ അത് ഞാൻ വിശ്വസിക്കില്ല. എന്താ സംഭവിച്ച വസുന്ധര? താൻ തെറ്റിയില്ലെന്ന് എനിക്കറിയാം. അറ്റ്ലീസ്റ്റ് എന്താണ് സംഭവിച്ചതെങ്കിലും പറയും. സ്പീക്ക് ഔട്ട്. നിനക്ക് ചുറ്റും ഇത്രയും പേരില്ലേ വസു? പേടിക്കാതെ നടന്നത് എന്താണെന്ന് വെച്ചാ പറ. സത്യം എന്താന്ന് പറയും മോളെ. പറയെടുത്തേ, ഇവൻ ഏടത്തിയോട് മര്യാദക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഇവിടെ വെച്ച് തന്നെ കൊന്നിട്ട് ഞാൻ ജയിലിലേക്ക് പോകും. മിസ്റ്റർ, നിങ്ങളുടെ സംസാരത്തിന് കൂടുന്നുണ്ട്. എന്റെ ഏടത്തി എനിക്ക് നന്നായി അറിയാവുന്നോണ്ടാ പറയുന്നത് സാർ. അഖിൽ, നീ മിണ്ടായിരിക്കും. വസുന്ധര, ഇവിടെ എന്താ സംഭവിക്കുന്നത് എനിക്കറിയാമോ? സിറ്റുവേഷൻ എന്താണെന്നെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? താൻ അടിച്ചെന്ന് പറഞ്ഞ ഒരാൾ പോലീസിനെ വിളിച്ചോണ്ട് വന്നിരിക്കുക. താനാണ് അടിച്ചെന്ന് അയാൾ പറയുന്നത്. താനിങ്ങനെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. പ്ലീസ് എന്തെങ്കിലും പറയൂ വസുന്ധര. ദയവ് ചെയ്ത് എന്നോടൊന്നും ചോദിക്കരുത്. ഒന്നും എനിക്ക് പറയാൻ കഴിയില്ല. ആ പറഞ്ഞതിന് എന്താ അർത്ഥം വസു? എന്തർത്ഥം എടുത്തി? അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെന്നല്ലേ? നീ മിണ്ടായിരിക്കും സുമകലേ. എന്താണ് സംഭവിച്ചതെന്ന് നീ പറഞ്ഞാലല്ലേ ഞങ്ങൾക്കറിയാൻ കഴിയൂ. നടന്നത് എനിക്ക് പറയാൻ പറ്റില്ല. എന്നോട് ക്ഷമിക്കണം അച്ഛാ. അപ്പൊ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് പോകുന്നോ? ഈ വീടിന്റെ മാനം കളയാന്നാ? അത് തന്നെയായിരിക്കും എടുത്തി ഇവളുടെ ഐഡിയ. ഇന്നലെ ഏടത്തിയുടെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് ഇവിടെ നാണം കെടുത്തി. ഇന്ന് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഈ വീടിന്റെ മാനം കളയാ. വസുന്ധര, പ്ലീസ് എന്തെങ്കിലും ഒന്ന് പറയ്. ഇങ്ങനെ ഒന്നും സംസാരിക്കാതെ മിണ്ടാതിരുന്ന എങ്ങനെയാ? സോറി സർ, സമയം ഒരുപാട് താമസിച്ചു. ഇവരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. ഓഫീസർ, നിങ്ങൾക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? അവളെന്റെ ഭാര്യയാണ്. ആയിരിക്കും സർ. അവർ ഇദ്ദേഹത്തെ അടിച്ചുവെന്നും പറഞ്ഞാണ് ഇദ്ദേഹം കംപ്ലൈന്റ് തന്നിട്ടുള്ളത്. അത് നിങ്ങളുടെ ഭാര്യ സമ്മതിക്കുകയും ചെയ്തു. ഞങ്ങളെ തടഞ്ഞ നിങ്ങളും കുറ്റവാളിയാവും. വേണമെങ്കിൽ ഈ അറസ്റ്റ് വാറന്റ് ഒന്ന് കണ്ടോളൂ. കോൺസ്റ്റബിൾ, അവരെ കൂട്ടിക്കൊണ്ടുവാ. പ്ലീസ് കുട്ടികളെ ഒന്ന് മാറ്റി നിർത്ത്. എന്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് പോവരുത്. എന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛാ, അമ്മയെ കൊണ്ടുപോവില്ലെന്ന് പറയച്ചാ. മമ്മി പ്ലീസ്, മമ്മി പോവല്ലേ മമ്മി. നിങ്ങൾ വരണം.
പോസ്റ്റ്മാൻ പോലും വരാത്ത ഈ വീട്ടിലേക്ക് ഇപ്പൊ പോലീസ് വന്നിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ വിധി. വീട്ടിലെ മരുമകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാന്ന് വെച്ചാ കാണുന്ന ആൾക്കാർ എന്തൊക്കെ വിചാരിക്കും? ഞങ്ങളുടെ അഭിമോന്റെ ബർത്ത്ഡേ സന്തോഷത്തോടെ ആഘോഷിക്കായിരുന്നു. എല്ലാരും സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഈ വസു കാരണം എല്ലാ സന്തോഷങ്ങളും ഇല്ലാതായല്ലോ. നമ്മുടെ മാനം, അഭിമാനം, അന്തസ് എല്ലാം മണ്ണോടെ ഒലിച്ചു പോയില്ലേ? ഇനി നമ്മൾ ജീവിച്ചിരിക്കുന്നതിൽ എന്തർത്ഥം ഉള്ളത്? കോൺസ്റ്റബിൾ, ഇവരെ സെല്ലിൽ അടയ്ക്കേ. അവളെ വെറുതെ വിടരുത് സാർ. ജാമ്യവും കൊടുക്കരുത്. അവൾ പുറത്തു വന്നാ എന്റെ ജീവന് പോലും ആപത്താണ് സാർ. നിങ്ങൾ കംപ്ലൈന്റ് തന്നു, ഞങ്ങൾ അവരെ അറസ്റ്റ് ചെയ്ത് സെല്ലിൽ അടച്ചു. ഇനി എന്താ വേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളെ ഡ്യൂട്ടി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളോട് സൈൻ ചെയ്യൂ. ഹലോ, നീ എന്റെ ദേഹത്ത് കൈവച്ചില്ലേ, ഇനിയുള്ള കാലം നീ അകത്തു തന്നെയായിരിക്കും. പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. നിന്റെ കുടുംബക്കാരെല്ലാം നിന്നെ ഇപ്പൊ തന്നെ വെറുത്തില്ലേ? നിന്റെ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും എല്ലാം ഇപ്പൊ തന്നെ നഷ്ടപ്പെട്ടില്ലേ? നാളെ മുതൽ എല്ലാവരും നിന്നെ അറപ്പോടെ ആയിരിക്കും കാണുക. ഒരു കൊലപാതകയായി ആളുകൾ നിന്നെ മുദ്രകുത്തും. നിന്റെ ജീവിതം ഇനി തെരുവ് നായ്ക്കൾക്ക് തുല്യമായിരിക്കും. എന്നെ തല്ലിയതിന് നിന്നോട് ഞാൻ ചെയ്യുന്ന എന്റെ പ്രതികാരമാണ് ഇത്. ഇയാൾ അവിടെ എന്ത് ചെയ്യുക? സൈൻ ചെയ്ത് കഴിഞ്ഞില്ലേ? പുറത്തു പോ. ഓക്കെ സാർ, ഞാൻ ഇറങ്ങി. കോടതിയിൽ വെച്ച് കാണാം. നിന്നെ ജയിലിലേക്ക് പറഞ്ഞയച്ച് ഗോതമ്പുണ്ട തീറ്റിക്കുന്നതുവരെ ഞാൻ അടങ്ങിയിരിക്കില്ല. താങ്ക് യു സാർ.
ഞാൻ പൊയ്ക്കോട്ടെ. ശരി സാർ. ഒരു നിമിഷം കൊണ്ട് എന്റെ ജീവിതം തലകീഴായി മാറിയിരിക്കുന്നു. സംഭവിച്ചത് ആരോടും പറയാനും പറ്റില്ല. ഇതിൽ നിന്ന് ഞാൻ എങ്ങനെയാ പുറത്തു കിടക്കുക? എന്താ ജയന്തി, നിന്റെ മരുമകളെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് കേട്ടു. എന്ത് കുറ്റാ അവള് ചെയ്തേ? എന്തെങ്കിലും മോഷണം നടത്തിയതാണോ ജയന്തി ചേച്ചി? അതോ കൊലപാതകം എന്തെങ്കിലും? ഇതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത കോളനി അല്ലേ ജയന്തി ചേച്ചി? കള്ളന്മാരും കൊലയാളികളും നമുക്കിടയിലുണ്ടായ ജീവിക്കാൻ തന്നെ പ്രയാസമായിരിക്കില്ലേ? എവിടുന്നാ ജയന്തി ഇങ്ങനൊരു മരുമകളെ കിട്ടിയത്? ഒരു കള്ളിയും കൊലപാതകയാണോ നീ മരുമകളായിട്ട് വെച്ചിരിക്കുന്നത്? മമ്മി ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല ഡാഡി. ആ അങ്കിൾ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാവും മമ്മി അയാളെ അടിച്ചത്. അതെ അച്ഛാ, പോലീസിന്റെ അടുത്ത് നിന്ന് അമ്മയെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുപോവാ അച്ഛാ. പോലീസുകാരിനി അമ്മയെ അടിക്കുമായിരിക്കോ ഡാഡി? ഒന്ന് വേഗം പോ ഡാഡി, അമ്മയെ കൂട്ടിക്കൊണ്ടുവാ. നന്നായടാ. നിന്റെ അമ്മ എപ്പോഴും എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ അത് സോൾവ് ചെയ്യാൻ ഞങ്ങള്. ഇതല്ലേ ഞങ്ങളുടെ ജോലി. നിങ്ങൾ ഈ വീട്ടില് കാല് കുത്തി അന്ന് മുതല് ഞങ്ങൾക്ക് സർവനാശമാ. മതികളെ അമ്മേ, എന്താ നടന്നതെന്നറിയാതെ വായി വരുന്നൊന്നും വിളിച്ചു പറയരുത്. ഞങ്ങളുടെയൊക്കെ നാവടക്കാൻ നിനക്ക് പറ്റുമായിരിക്കും, പക്ഷെ വസുവിനെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കാൻ പറ്റും നിനക്ക്? എന്താ സംഭവിച്ചെന്ന് എത്ര പേരാ ചോദിച്ചത്? എന്നിട്ട് അവളൊരു വാക്ക് പറഞ്ഞോ? വസു സത്യം മറയ്ക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ജയന്തി. നമ്മളൊരു കൂട്ടുകുടുംബ, നമ്മളോട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെ ആരോടാ പറയുക? ഈ കുടുംബത്തോട് പോലും എല്ലാം ഒളിച്ചു വെക്കുന്നോ? നമ്മളോട് പോലും വസു സത്യം മറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സത്യം നമ്മളെ വേദനിപ്പിക്കുന്ന എന്തോന്നായിരിക്കില്ലേ അമ്മേ? നമ്മൾ ആരും വേദനിക്കരുതെന്ന് കരുതി വസു സത്യം പറയാതിരിക്കുന്നതാണെങ്കിലോ? ഈ വീട്ടിലെ മരുമോൾ അറസ്റ്റ് വരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യല്ലേ ഭാസ്കർ മോനെ? നമ്മളോട് ഒരു കാര്യം പറയാതെ ഇടത്തി ഇവിടുന്ന് മൗനമായിട്ട് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് തക്കതായ ഒരു കാരണം ഉണ്ടായിരിക്കും ഏട്ടാ. ആ കാരണം എന്താണെന്ന് നമ്മളും അറിയണ്ടേ? ഒന്നും പറയാതെ പോലീസിന്റെ കൂടെ അങ്ങ് പോയാ അതിനെന്താ അർത്ഥം? എന്റെ ഭാര്യ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ. അത് നിനക്ക് എങ്ങനെ ഉറപ്പായി പറയാൻ പറ്റും? വസുന്ധരെ കുറിച്ച് എല്ലാം അറിഞ്ഞു വെച്ചിട്ടും അമ്മയും കൂടി ഇങ്ങനെ സംസാരിക്കുന്നത് ഒട്ടും ശരിയല്ല. മരുമകളെ മനസ്സിലാക്കേണ്ട ഈ സമയത്ത് ദേഷ്യപ്പെടുകയാണോ ചെയ്യണ്ടേ? ഒരമ്മയ്ക്ക് തന്റെ മകളെ മനസ്സിലാക്കാൻ കഴിയത്തില്ലെന്നാണോ? എല്ലാരെയും പോലെ ഒരു സാധാരണ അമ്മായി അമ്മയാണെന്ന് അമ്മയും തെളിയിക്കാൻ ശ്രമിക്കുകയാണോ? അതെ ജയന്തി, വസുവിന് നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത്? ഈ സമയത്ത് നമ്മൾ വസുവിന് അനുകൂലമായിട്ട് നിൽക്കണം. ജീവൻ പോയാലും വസു തെറ്റൊന്നും ചെയ്യില്ലമ്മേ. ആ കാര്യം അമ്മയ്ക്കും അറിയാലോ. നിങ്ങൾ എല്ലാരും വസുവിനെ പറ്റി മാത്രമാ ചിന്തിക്കുന്നേ. ഈ വീട്ടിലെ മരുമകളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ നമ്മുടെ മാനവും അഭിമാനവും ഒക്കെ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചോ? ആളുകളൊക്കെ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കും, പല അനാവശ്യങ്ങളും പറയും. മാനവും മര്യാദയും നഷ്ടപ്പെട്ട നമ്മൾ പിന്നെ എങ്ങനെ ജീവിക്കും? അതെ അതെ, എല്ലാം പോയി. എന്തിനേക്കാളും എനിക്ക് വസുന്ധരയാണ് പ്രധാന അമ്മേ. അതല്ലാതെ അമ്മ പറഞ്ഞ ഈ കാര്യങ്ങളോടൊന്നും എനിക്ക് ഒട്ടും വിശ്വാസമില്ല. എപ്പോ കല്ലുകളെടുത്ത് എറിയുന്നു, എപ്പോ പൂക്കളെടുത്ത് എറിയുന്നു അറിയാത്ത ജനങ്ങളെക്കുറിച്ച് എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഞാൻ ബോധറിയുന്നുമില്ല. നമ്മള് ആ മനുഷ്യർക്കിടയിലാണ് ജീവിക്കേണ്ടത് അബി.
ഈ മനുഷ്യർക്കിടയിലാ കല്യാണ നിശ്ചയം, കല്യാണം, പിറന്നാളും പിന്നെ മറ്റാഘോഷങ്ങളും ഒക്കെ നമ്മൾ ആഘോഷിക്കുന്നത്. വസുവിന്റെ ഈ പ്രവൃത്തി കൊണ്ട് നാളെ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ ആരും വന്നില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും? നീ ഒരുപാട് ആലോചിച്ച് കൂട്ടുക ജയന്തി. ജനങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കില്ല. അവർക്ക് സംസാരിക്കാൻ വേണ്ടി നമ്മളല്ലാതെ വേറെ വിഷയമൊന്നും ഉണ്ടാവില്ലേ? ഉണ്ടായിരിക്കും ഏട്ടാ. എന്നാൽ ഇപ്പോ ഈ ആളുകൾക്കിടയിൽ പരക്കുന്നത് നമ്മുടെ വീട്ടിലെ കാര്യമായിരിക്കും. ഇപ്പൊ ഈ ഡിസ്കഷനൊക്കെ എന്തിനു വേണ്ടിട്ടാ? അബി, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. അതെ ഏട്ടാ, നമുക്ക് സ്റ്റേഷനിലേക്ക് പോയി ഏട്ടത്തെ കൂട്ടിക്കൊണ്ടുവരാം. പോടാ, ചെല്ല് ചെല്ല്. നീയൊക്കെ അങ്ങ് ചെന്നാലുടനെ അവളെ ഇങ്ങോട്ട് പറഞ്ഞുവിടാൻ പോവല്ലേ? അവള് ചെയ്ത തെറ്റിന് അവിടുന്ന് കോടതിയിലേക്കും പിന്നെ ജയിലിലേക്കും പറഞ്ഞയക്കും. വസു നിങ്ങൾക്ക് മകളെ പോലെയല്ലേ ഇളയമേ? നിങ്ങളുടെ മകള് ഭദ്രമായിട്ട് വീട്ടിൽ എത്താൻ വേണ്ടി പ്രാർത്ഥിക്കാൻ നോക്ക്. അത്ര പോലും മനസ്സ് നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ വായടച്ച് മിണ്ടാതിരിക്കുക. ഏട്ടാ അഖിൽ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവും. ഉണ്ണി, കീർത്തി, അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. ഞാൻ പോയി അമ്മയെ കൂട്ടിക്കൊണ്ടുവരാം. ഞാനും കൂടെ വരുന്നച്ചാ. ഞാൻ തന്നെ പോയി കൂട്ടിക്കൊണ്ടുവരാം. ഓക്കെ അഖിൽ, ശ്രദ്ധിച്ചോണേ. ഇൻസ്പെക്ടർ, എനിക്കെന്റെ വൈഫിനോടൊന്ന് സംസാരിക്കണം. സെല്ലിൻ്റെ അകത്തുണ്ട്, ചെന്നോളൂ. താങ്ക് യു സാർ. വസുന്ധര, താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ഞാൻ മാത്രമല്ല, നമ്മുടെ കുടുംബം മുഴുവൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എല്ലാവരും തന്റെ കൂടെ തന്നെ ഉണ്ട്. അവരെല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ദയവ് ചെയ്ത് എന്താ നടന്നതെന്നൊന്ന് പറയും. എന്താ സംഭവിച്ചെന്ന് പറയും. തന്നെ ഞാൻ പുറത്തു കൊണ്ടുവരാം. താൻ എപ്പോഴാ പുറത്തു പോയത്? ആ മോഡൽ കോർഡിനേറ്ററിനെ എന്തിനാ തല്ലിയത്? അല്ല, അയാളുമായിട്ട് തനിക്ക് എന്തായിരുന്നു പ്രശ്നം? അയാളെ അടിക്കേണ്ട കാര്യം എന്തായിരുന്നു? വസുന്ധര, പ്ലീസ് എന്തെങ്കിലും ഒന്ന് പറയും. എന്താ വസുന്ധര, ഞാൻ എത്ര ചോദിച്ചാലും താൻ പറയില്ലെന്നാണോ? എന്നെ തനിക്ക് ഒരു ബഹുമാനവും ഇല്ലേ? താൻ ഇനിയും എന്നെ തന്റെ ഭർത്താവായിട്ട് സ്വീകരിച്ചിട്ടില്ലേ? നമുക്കിടയിൽ ഒരു സ്നേഹവും ഇല്ലേ? അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് ഏട്ടൻ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് തുല്യ. എന്നാ പിന്നെ പറയേ, എന്താണ് സംഭവിച്ചതെന്ന്? ഞാൻ പറയട്ടാ, കാർത്തിക അറിയാതെ ഒരു വലിയ തെറ്റ് ചെയ്തിരിക്കുക.